ഹലോ ഗടികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തിങ്കളാഴ്ച വെറുതെ വീട്ടിലിരുന്നപ്പോൾ എവിടേക്ക് പോകും. അപ്പോൾ വെറുതെ അഴീക്കോട് ബീച്ചിൽ കവറടിച്ച് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അത് കാണാൻ പോയതിന് കവറടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല അരിനെല്ലിക്കയും പൈനാപ്പിളും മാങ്ങ ഒക്കെ മേടിച്ച് ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് സായാഹ്നം ആസ്വദിച്ച് ഇങ്ങനെ വരും വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു കടയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ വൈദ്യര് ഫേമസാക്കിയ പാലക്കാടെങ്ങാണ്ടുള്ളതാണ് ഫേമസാക്കിയ കാന്താരി മുട്ട. അപ്പോൾ അവർ കട ഒതുക്കാണ്. പക്ഷെ എൻ്റെ ഭാഗത്തിന് താറാമുട്ട ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് കാന്താരി താറാമുട്ട മേടിച്ചു. ഒരു രക്ഷയില്ല കേട്ടോ. പൊണ്ടാട്ടിക്ക് ഒരു പേടിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം നല്ല പാൽ കേക്ക് മേടിച്ച് പൊണ്ടാട്ടിക്ക് കൊടുത്ത്. അപ്പോൾ എനിക്ക് അതിൻ്റെ എരിവ് മാറാനായിട്ട് നല്ല എരിവ്, നല്ല ഭയങ്കര എരിവൊന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എരിവ് മാറാനായിട്ട് ഒരു പാൽ കേക്ക് ഞാനും കഴിച്ച് ഒരു കഷ്ണം. അത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ഏലക്കച്ചായയും കുടിച്ച് ഒരു രക്ഷ ഉണ്ടായില്ല, കിടുവായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അസ്മാബി കോളേജ് എത്തിയപ്പോൾ ഒരു ലെഫ്റ്റിൽ നല്ല റേറ്റ് കുറവിനൊക്കെ ഒരു ഫുഡ് എന്ന് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കി എന്താണ് അവിടെ ഉള്ള ഫുഡ് എന്നുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ആംബിയൻസ് ഇട്ട് ആദ്യം അത് പറയാം. അപ്പോൾ അല്ല ഒരുവിധം നല്ല ഫുഡും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 50 രൂപയുള്ളൂ ഹാഫ് ബിരിയാണി. അതിനുള്ളൊരു സ്ഥലം എൻ്റെ വയറ്റിലുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു കറക്റ്റാണത്. അങ്ങനെ ഞാനൊരു ഹാഫ് ബിരിയാണി കഴിച്ചു. അതേമാതിരി തന്നെ നല്ല അൽഫാമും പൊറോട്ടയും, നല്ല കിടുക്കാച്ചി പൊറോട്ട കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ആണ് പോകുന്നത്. അപ്പോൾ അസ്മാബി കോളേജിന് മുമ്പിൽ ആ വഴിക്ക് പോരുന്നവരാണെങ്കിൽ അത് ഈ രണ്ട് സ്ഥലവും ഒരിക്കലും അഴീക്കോട് ബീച്ച് അവിടെ ആ ഭാഗത്ത് പോയിട്ട് വരുമ്പോൾ നിങ്ങൾ മിസ്സാക്കരുത്. അത്രയും നമ്മൾക്ക് ഇത്രയും ബഡ്ജറ്റ് കുറവിന് അതും നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം അത് ആ വഴിക്ക് പോകുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും കയറണം. അതന്നല്ല ബഡ്ജറ്റ് കുറവെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റിലോ ക്വാണ്ടിറ്റിയിലൊന്നും യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല കേട്ടോ. ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി ഈ 50 രൂപയ്ക്കൊക്കെ എങ്ങനെ ഈ ബിരിയാണി കൊടുത്ത് മുതലാവുന്നുള്ളത്. അപ്പോൾ പൊളിയല്ല, പൊപ്പളപ്പനായിരുന്നു. അപ്പോൾ ബായ്.